നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ചേട്ടന്മാരെ പോലെ ലോകം കീഴടക്കാൻ അർജൻറ്റീനയിലെ കുഞ്ഞനിയന്മാർക്ക് സാധിച്ചില്ല. അണ്ടർ-20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ മൊറോക്കോ അവരെ പരാജയപ്പെടുത്തി ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ വിജയമാണ് ആഫ്രിക്കൻ ടീം നേടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മഹത്തരമായ നേട്ടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. 2022 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കുതിച്ചെത്തി വിസ്മയിപ്പിച്ചതാണ് മൊറോക്കോ. അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ഫുട്ബോൾ ഗ്രാഫ് മുകളിലേക്കാണ് എന്ന് വീണ്ടും അവർ തെളിയിക്കുകയാണ്. ഏതായാലും ഈ മത്സരത്തിൽ സബീരി നേടിയ ഇരട്ട ഗോളുകളാണ് മൊറോക്കോയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ഫൈനൽ വരെ മികച്ച പ്രകടനം നടത്തിയ അർജൻറ്റീന ഈ കളിയിലും വലിയ രൂപത്തിൽ ആധിപത്യം പുലർത്തി നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് വിജയത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മികച്ച രൂപത്തിൽ ഗോളുകൾ നേടിക്കൊണ്ട് സബീരി മൊറോക്കോയുടെ വിജയത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തു. മത്സരത്തിൽ അർജൻറ്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അവരുടെ സൂപ്പർ താരങ്ങൾ സാർക്കോ, അതുപോലെ തന്നെ കാഡീസോ തുടങ്ങിയവരൊക്കെ ആദ്യ ലെവലിലുണ്ടായിരുന്നു. മറുഭാഗത്ത് സബീരിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് മൊറോക്കോ തങ്ങളുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ തുടക്കത്തിൽ തന്നെ മൊറോക്കോ ലീഡെടുക്കുന്ന കാഴ്ച. 12ാമത്തെ മിനിറ്റിലാണ് യാസിർ സബീരി അവർക്ക് വേണ്ടി ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. തൊട്ടു പിന്നാലെ മത്സരം അരമണിക്കൂർ പിന്നിടുന്നതിന് മുമ്പേ സബീരി തൻ്റെ 2ാമത്തെ ഗോളും കണ്ടെത്തിയതോടെ അർജൻറ്റീന ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പുറകിലായിപ്പോയി. ഇടവേള സമയത്തെ ലീഡ് അത് 2ാം പകുതിയിലും കൈവിടാതിരുന്ന മൊറോക്കോ ഒടുവിൽ വിജയത്തിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ഇപ്പം അണ്ടർ-20 വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ കിരീടം ചൂടിയ ടീമാണ് അർജൻറ്റീന. 6 തവണയാണ് അവർ അണ്ടർ-20 വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. 2005 മെസ്സി അടക്കം ഈ ഒരു വേൾഡ് കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്. ഈ കാര്യത്തിൽ 2ാമത് ബ്രസീലാണ്. 5 തവണ അണ്ടർ-20 വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. എന്തായാലും ഒരു ആഫ്രിക്കൻ ടീം ഇതാ അണ്ടർ-20 വേൾഡ് കപ്പിൽ ചുംബിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.